ചെയ്യുക എന്ന വ്യാകുലതയിലും അസ്വസ്ഥതയിലും അതേപോലെ തന്നെ വല്ലാത്ത ഒരു പ്രത്യേകമായ സാഹചര്യത്തിലും ഈ നിയമം നടപ്പിലാക്കേണ്ട ആളുകൾ പോലും എത്തിപ്പെടുന്ന ഒരു കാഴ്ചയിലേക്ക് നമ്മുടെ കേരളം മാറുന്നു എന്ന് വരുമ്പോ ഇതിനെ ഗൗരവതലത്തിൽ കണ്ടേ പറ്റൂ. ആ ഗൗരവതലത്തിൽ നമ്മൾ കാണുമ്പോൾ അതിനുള്ള പരിഹാരം എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. മദ്യം സുതാര്യമായി ഒടുക്കാനുള്ള നിയമത്തിന്റെ വഴിയാണ് സർക്കാരുകൾ ഏതായാലും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലാരും വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും സുതാര്യമായി അതിൽ വഴിതുറക്കാണ്. കാരണം അതിലൂടെ ടാക്സിലൂടെ ലഭിക്കുന്ന വമ്പൻ ലാഭമുണ്ട്, പ്രോഫിറ്റ് ഉണ്ട്. ആ പ്രോഫിറ്റ് ഇവിടെ പൊതുഖജനാവിലേക്ക് വരും എന്നാണ് നമ്മുടെ വെപ്പ്, എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ക്രൈമുകളുടെ എണ്ണത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഇതിനുവേണ്ടി ഉദ്യോഗസ്ഥന്മാര് നടക്കുന്നതിന് ചെലവാകുന്ന കാശ് എത്രയാ? ഓരോ അന്വേഷണത്തിന്റെയും പിന്നാമ്പുറങ്ങളിലൂടെ ചലിക്കാനുള്ള കോടികൾ എത്രയാ ചെലവഴിക്കുന്നത്? ഇവിടെയുള്ള ആഭ്യന്തര സുരക്ഷിതത്വത്തിന് വേണ്ടി, മനുഷ്യർക്കിടയിലെ സ്വസ്ഥമായ ജീവിതത്തിന് വേണ്ടി ചിലവാക്കപ്പെടുന്ന കാശിൽ ബഹുഭൂരിപക്ഷവും കേസിന്റെ പിന്നാമ്പുറങ്ങൾ പരിശോധിച്ചാൽ മദ്യമോ മയക്കുമരുന്നോ വില്ലനായ കേസിന്റെ പിന്നാമ്പുറങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് മദ്യം അവരെ കൊണ്ട് കുടിപ്പിച്ച് അതിന്റെ ടാക്സ് വാങ്ങി പൊതുഖജനാവിൽ കാശുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നവർ യഥാർത്ഥത്തിൽ ബുദ്ധിപരമായ കാര്യമല്ല ചെയ്യുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന കാശിനേക്കാൾ കൂടുതൽ ഇവിടെ അതുകൊണ്ടുണ്ടാകുന്ന നാശങ്ങളുടെ പരിഹാരത്തിന്, അതുകൊണ്ടുണ്ടാകുന്ന പ്രതിസന്ധികളുടെ പരിഹാരത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നു എന്നതാണ് വസ്തുത. ഇവിടെയുള്ള മനുഷ്യർ, അവരുടെ ആരോഗ്യം തകർക്കപ്പെടുന്നില്ലേ? എല്ലാവരും ഐക്യമുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ വസ്തുക്കൾ ഉപയോഗിച്ചാൽ ആരോഗ്യം തകരും എന്നതിൽ ആർക്കും അഭിപ്രായ അന്തരമില്ല. ആ അഭിപ്രായ അന്തരമില്ലാത്ത കാര്യം ഇവിടെ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് എത്തുന്നവർ, പൊതു ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സയ്ക്കെത്തുന്നവർ, അവർക്ക് വേണ്ടി ചെലവഴിക്കപ്പെടുന്ന സമ്പത്തുകൾ, ഇതെല്ലാം അങ്ങനെ ചെലവഴിക്കപ്പെടാൻ കാരണമായതുകൊണ്ടാണ്. ഈ മഹാമാരിയിലേക്ക് നാട്ടിലെ ജനങ്ങൾ എത്തിപ്പെട്ടതുകൊണ്ടാണ്. വളരെ ബുദ്ധിപരമല്ലാത്ത ഒരാശയത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് താൽക്കാലികമായ ഖജനാവിലെ ഈ ഒരു വരവിനെ കുറിച്ച് മാത്രം ആലോചിച്ച് ഇതിനനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത് ശരിയുണ്ടോ എന്നതിനെ കുറിച്ച് ഗൗരവതലത്തിൽ ചോദിക്കാനും ആ ഒരു അർത്ഥത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ഒരു അവസ്ഥയെ മാറ്റിയെഴുതാനും നമുക്കങ്ങനെ കഴിയുമെന്നതിനെ കുറിച്ച് എല്ലാ ജനങ്ങളും ആലോചിക്കേണ്ടതുണ്ട്. ആ ആലോചന വളരുമ്പോഴേ നമുക്ക് ഇവിടെ സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഇനി നിങ്ങൾ നോക്കൂ, മയക്കുമരുന്ന് വിതരണം, ആ വിതരണക്കാർ അതിന്റെ അളവ് കുറച്ചൊന്ന് കുറഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു. അതേപോലെ തന്നെ ചെറിയ കുട്ടികളായാൽ അതും കൂടെ രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, ഇവിടെ ഫയൽ ചെയ്യപ്പെടുന്ന കേസുകളുടെ പിന്നാമ്പുറങ്ങൾ കേരളത്തിന് അപ്പുറത്താകുമ്പോൾ അത് അവിടെ പാതി വഴിയിൽ നിൽക്കുന്നു എന്നുകൂടെ കേസിന്റെ അന്വേഷണത്തിന്റെ വഴിയിലുള്ള കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുമ്പോ ഈ കാഴ്ചകളെല്ലാം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള ജനങ്ങൾക്ക് അവരുടെ സ്വസ്ഥമായ ജീവിതത്തിന്റെ വഴി പലതും തടസ്സപ്പെടുന്നു, അസ്വസ്ഥപ്പെടുന്നു എന്നതാണ് നമുക്ക് ഇതിലൂടെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഈ ജനങ്ങൾക്ക്, നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാനും അവരുടെ ആരോഗ്യം സുരക്ഷിതമായി നിലനിർത്താനുമുള്ള വഴികളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആ ആലോചനയിൽ പ്രധാനമായി ഉണ്ടാകേണ്ട തീരുമാനം മദ്യത്തിനും മയക്കുമരുന്നിനും അത് കടന്നു വരുന്ന വഴികളെ മുഴുവനും തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പൊ സർക്കാർ എന്താ ചെയ്യുന്നത്? ഇതിന് പരിഹാരമായി ആകെ ചെയ്യുന്നത് ആ കുപ്പിയുടെ മുകളിൽ ഈ ആരോഗ്യത്തിന് കേടാകട്ടോ എന്ന് എഴുതി വെക്കുകയാണ്. അതുകൊണ്ട് തീരുമോ ഉത്തരവാദിത്തം? അതേപോലെ തന്നെ ഇങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാൽ അത് വലിയ ജീവന് ഹാനിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട്, ബോധവൽക്കരണം നടത്തുന്നതുകൊണ്ട് മാത്രം ഈ ഒരു ഉത്തരവാദിത്തം സർക്കാരിന് തീരുമോ? അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾക്ക് തീരുമോ? ഇല്ലല്ലോ. അതിന് പകരം ഇത് കടന്നു വരാതിരിക്കാനുള്ള വഴികളെ കുറിച്ച് ആലോചിക്കണ്ടേ? അതിന് നിയമം കൃത്യമായി നടപ്പിലാക്കണ്ടേ? അതിന് ഏതെങ്കിലും മാഫിയകളെ പേടിച്ചിട്ട് ഇത്തരം കേസുകളെ ഒതുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ, വഴിതിരിച്ചുവിടാൻ വേണ്ടി ശ്രമിച്ചാൽ, അല്ലെങ്കിൽ ചില നിയമത്തിന്റെ പഴുതുകൊണ്ട്, അളവിൽ ചെറിയ കുറവുള്ളത് കൊണ്ട് തൽക്കാലം വിട്ടേക്കാമെന്ന് തീരുമാനിക്കുന്നത് എന്തു ശരിയാണ് എന്ന് വിനയത്തോടെ ചോദിക്കാൻ ഈ വിദ്യാർത്ഥി സംഘടന ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട് ചോദിക്കുന്നു ചോദിച്ചാൽ, ഈ രാജ്യത്തിന്റെ നാളെയുടെ ഭാവി വാഗ്ദാനങ്ങൾ ഈ മക്കളാണ്. നമ്മളോടൊപ്പം ജീവിക്കുന്ന ലക്ഷക്കണക്കിന് മക്കൾ, ആ മക്കൾക്ക് വിദ്യാഭ്യാസമില്ല. നിങ്ങൾ നോക്കൂ, ഡ്രോപ്പ് ഔട്ട് ആകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വളരുന്നു. അതേപോലെ തന്നെ അക്കാദമിക്കൽ പെർഫെക്ഷൻസ് കുറയുന്നു. അതേപോലെ തന്നെ നിയമത്തിന്റെ നടപടിക്ക് വിധേയമാകുന്ന കുട്ടികളുടെ എണ്ണം കുറയുന്നു. നിങ്ങൾ ക്യാമ്പസുകളിൽ, പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ കണക്കുകൾ പരിശോധിക്കൂ. ആ കണക്കുകൾ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ട് ഇതിന്റെയൊക്കെ കാരണമായി എന്ന് ചോദിച്ചാൽ, ലഹരി, മദ്യം എന്ന് പറയുന്ന വസ്തു ഇവരുടെയൊക്കെ ജീവിതത്തിൽ കടന്നു പിടിച്ചപ്പോ വളരെ കണിശമായും അതേപോലെ തന്നെ വളരെ
വളരെ സീരിയസ് ആയും സമീപിക്കേണ്ട വിദ്യാഭ്യാസ രംഗത്തെ നിസ്സാരവൽക്കരിക്കുകയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ നൈമിഷികമായ ചില ആസ്വാദനത്തിന് വേണ്ടിയിട്ട് ചില ആർമാദങ്ങൾക്ക് വേണ്ടി മാത്രം ചില സങ്കേതങ്ങളിലേക്ക് ഒതുങ്ങിയിട്ട് ജീവിതം തന്നെ വഴിമുട്ടിപ്പോകുന്ന അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചർ തന്നെ അസ്തമിച്ചു പോകുന്ന വളരെ ദയനീയമായ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ മക്കൾ വളരണ്ടേ, അവർക്ക് അക്കാദമിക്കൽ പെർഫോമൻസ് അല്ലെങ്കിൽ പെർഫെക്ഷൻസ് ഉണ്ടാകണ്ടേ. അങ്ങനെ ഏറ്റവും ബുദ്ധിയുള്ള മക്കൾ, ആ ബുദ്ധിയുള്ള മക്കൾ ഉയർന്നു വരുന്നതിന് പകരം അവരുടെ അക്കാദമിക്കൽ തലം തന്നെ അസ്തമിച്ചു പോകുന്ന, മുരടിച്ചു പോകുന്ന ദയനീയമായ സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമ്പോൾ അത് ഈ നാട്ടിനല്ലേ ആപത്ത്, ഈ നാട്ടിലെ ജനങ്ങൾക്കല്ലേ നഷ്ടം സംഭവിക്കുന്നത്. ഇവിടെ രാഷ്ട്രീയ രംഗത്തും അതേപോലെ തന്നെ ഉദ്യോഗ രംഗങ്ങളിലും സാമൂഹിക സേവന രംഗങ്ങളിലും ഉത്തരവാദിത്ത ബോധത്തോട് മനുഷ്യപ്പറ്റിന്റെ മനസ്സ് വെച്ചുകൊണ്ട് സേവനങ്ങൾ ചെയ്യാൻ പറ്റുന്ന യോഗ്യതയുള്ള ആളുകൾ, ആ യോഗ്യതയുള്ള ആളുകളെ വളർത്തിയെടുക്കുന്ന കലാലയങ്ങൾക്കകത്ത് വളരെ സങ്കീർണമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ട് കലാലയങ്ങളെ മദ്യമുക്തമാക്കാനും ലഹരി മുക്തമാക്കാനുമുള്ള കൃത്യമായ നിയമവ്യവസ്ഥ ഇല്ല? അവിടെ കൃത്യമായി വർക്ക് ചെയ്യാനും അവിടെ കൃത്യമായി പരിശോധന നടത്തി കാര്യങ്ങൾ തീരുമാനിക്കാനും എന്ത് നിയമ നടപടിയാണ് ഉള്ളത്? ഇത് ഗൗരവത്തിൽ ആലോചിക്കേണ്ടതില്ലേ? എല്ലാ ഹൈസ്കൂൾ തലത്തിൽ പോലുമുള്ള മക്കള് ഇതിന് അടിമപ്പെട്ടു പോകുമ്പോ ആ അടിമപ്പെടുന്ന കാഴ്ചയെ കേവലം ബോധവൽക്കരണം കൊണ്ട് മാത്രമോ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നത് ജീവന് ഹാനികരമാണ് എന്ന സ്റ്റേറ്റ്മെന്റ് എവിടെയെങ്കിലും പ്രിന്റ് ചെയ്തു വെച്ചത് കൊണ്ട് മാത്രമോ ഉത്തരവാദിത്വം തീരുന്നതല്ല. ഇതിനെതിരെയുള്ള യഥാർത്ഥത്തിലുള്ള പരിഹാരത്തിന്റെ പ്രവർത്തനങ്ങൾ എന്ന് തിരിച്ചറിയണം. ആ തിരിച്ചറിവിൽ നിന്ന് നമ്മുടെ സർക്കാരും ആ സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജുഡീഷ്യറി സംവിധാനവും എല്ലാ സംവിധാനങ്ങളും മനുഷ്യപക്ഷത്തു നിന്നുകൊണ്ട് നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി, ഇതൊരു SSFന് ഗുണം കിട്ടുന്ന കാര്യമല്ലല്ലോ, അവർക്ക് മാത്രം ഗുണം കിട്ടുന്ന കാര്യമല്ലല്ലോ, ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഗുണം കിട്ടുന്ന കാര്യങ്ങളല്ലേ. ആ കാര്യങ്ങളെ ബോധവൽക്കരണത്തിന്റെ അപ്പുറത്ത് നിയമത്തിന്റെ വഴികളെ സ്വീകരിച്ച് ചില ആക്ഷനുകളിലേക്ക് പോകാൻ എന്തുകൊണ്ട് ഗൗരവതലത്തിൽ നമുക്ക് ചിന്തിച്ചുകൂടാ? ഒരുമിച്ച് ചേർന്ന് അതിനെക്കുറിച്ച് ആലോചിച്ചുകൂടാ? ആ ആലോചനയിൽ നിന്ന് കൃത്യമായി രൂപപ്പെടുത്തുന്ന കാര്യങ്ങൾ കൃത്യമായി വളരെ സ്ട്രിക്റ്റായി തന്നെ നടപ്പിലാക്കാൻ എന്തുകൊണ്ട് സർക്കാരിന് ഒരു ഫോഴ്സായി നിന്നുകൂടാ എന്ന വിനയപൂർവ്വമുള്ള ഒരു ചോദ്യം ഈ നമ്മുടെ രാജ്യത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്തിരിക്കുന്ന ആളുകളെ മുന്നിൽ വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്താനാണ് SP ഓഫീസ്, എല്ലാ ജില്ലയിലെയും SP ഓഫീസിലേക്ക് SSF മാർച്ച് നടത്തുന്നത്. ഈ ചോദ്യത്തെ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പരിഗണിക്കണം. അങ്ങനെ പരിഗണിച്ച് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ്മയോടെ നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ നാടിന്റെ സർക്കാരിന്റെ നിയമവ്യവസ്ഥയിലൂടെ തന്നെ ഇതിന് പാഠം മാറ്റിയെടുക്കാൻ കഴിയും എന്ന ഒരു സുന്ദരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുവരാൻ, നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ എത്തിക്കാൻ നമുക്ക് കൂട്ടമായി ശ്രമിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിലും പ്രത്യാശയിലുമാണ് SSF ഈ മഹാദുരന്തത്തിനെതിരെ ഈ സന്ദർഭത്തിൽ മാർച്ചിനും അതേപോലെ തന്നെ ഒപ്പം ബോധവൽക്കരണത്തിനും അതേപോലെ തന്നെ അധികാരികളെ കണ്ണുതുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വ്യത്യസ്ത ഇടപെടലുകളും നടത്തിയിട്ട് മുന്നോട്ട് പോകുന്നത്. വിദ്യാർത്ഥികളുടെ പ്രതിനിധികൾ എന്ന അർത്ഥത്തിൽ നന്മയ്ക്ക് വേണ്ടി, മൂല്യങ്ങൾക്ക് വേണ്ടി, മനുഷ്യത്വത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, സനാതന സത്യങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി, ഈ രാജ്യത്തെ ജനങ്ങളുടെ സുന്ദരമായ ജീവിതത്തിന്റെ വഴി തുറക്കപ്പെടുന്നതിന് വേണ്ടി ഉദാന്തമായി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനം എന്ന അർത്ഥത്തിൽ ഈ നാട്ടിലുള്ള സർവ്വജനങ്ങളോട് പറയുന്നു, ഈ വിപത്തിനെ കുറിച്ച് ഗൗരവതലത്തിൽ നമ്മൾ ആലോചിച്ചില്ലെങ്കിൽ കേവലം സോഷ്യൽ മീഡിയയിലെ ചില വർത്തമാനങ്ങൾ കേട്ട് അവസാനിക്കുക, സ്ക്രോൾ ചെയ്തു പോകുക എന്നതിന്റെ അപ്പുറത്ത് ചില ആക്ഷനുകൾ ജനങ്ങളുടെ പക്ഷത്തു നിന്നും അതേപോലെ തന്നെ ഉത്തരവാദിത്തവരുടെ പ്രത്യപ്പെട്ടവരുടെ പക്ഷത്തു നിന്നും കൃത്യമായി ഉണ്ടായാൽ നമ്മുടെ നാടിനെ രക്ഷിക്കാൻ പറ്റും, ഇവിടെയുള്ള വളർന്നു വരുന്ന തലമുറയെ രക്ഷിക്കാൻ പറ്റും. ആ വലിയ ലക്ഷ്യത്തിന് വേണ്ടി SSF ഇറങ്ങി പുറപ്പെട്ടതാണ്. നിങ്ങൾ ഈ മഹത്തായ ആശയത്തെ അറിയുന്നവരാണ്. മദ്യം വിനുണ്ടാക്കുന്നു, മയക്കുമരുന്ന് ദുരന്തമുണ്ടാക്കുന്നു എന്ന് അറിയാത്ത ഒരു മനുഷ്യന്മാരും ഈ നാട്ടിലില്ല. അതൊരു സത്യമാണ്, അതെല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിനെ എങ്ങനെയാണ് മറികടക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഗൗരവതരമായ ആലോചനയ്ക്ക് വേണ്ടി തന്നെയാണ് SSF തെരുവിലേക്ക്, ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിലേക്ക് വളരെ മാന്യമായ ഒരു ആവശ്യത്തെ ഉന്നയിച്ചുകൊണ്ട് കടന്നു വരുന്നത്. ഈ ആവശ്യത്തെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയെ മറികടക്കാനും ഓരോ ദിവസവും വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ അളവ് കുറച്ച് നമ്മുടെ നാടിന്റെ പഴയകാല പൈതൃകത്തെ, കേരളത്തിന്റെ സുന്ദരമായ കാഴ്ച, ഇതൊരു സമാധാനത്തിന്റെ ഇടമാണ്, അതിന്റെ ഒരു സങ്കേതമാണ് എന്ന് പറഞ്ഞിടത്തു നിന്ന് പുതിയ വാർത്തകൾ വഴിമാറി സഞ്ചരിക്കുമ്പോൾ തിരിച്ചു നടത്താനുള്ള കെൽപ്പോടെ, ചങ്കൂറ്റത്തോടെ, ധാർമ്മികതയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ
നടത്താനുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടാകട്ടെ. ആ സമൂഹത്തിന്റെ ചേർന്നു നിൽപ്പ്, ഒരുമിച്ചുകൊണ്ടുള്ള മുന്നേറ്റം അത് വിജയത്തിന് വഴിവെക്കും എന്ന പ്രത്യാശയിലും പ്രതീക്ഷയിലും ഈ ഒരാശയത്തെ സർവ്വജനങ്ങളുടെയും മുന്നിലേക്ക് വിനയത്തോടെ ആവശ്യപ്പെട്ടുകൊണ്ട് കേവലം SP ഓഫീസ് മാർച്ച് കൊണ്ട് അവസാനിക്കുന്നതല്ല. നേരത്തെ പറഞ്ഞു, ഗ്രാമപ്രദേശങ്ങളിൽ ഇതിനുവേണ്ടിയുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്, പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുന്നിൽ ധർമ്മം നടത്തിയിട്ടുണ്ട്. ഇനിയും നമ്മുടെ ഓരോ തലങ്ങളിലേക്കും ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ വിദ്യാർത്ഥി സംഘടന മുന്നിലുണ്ടാകും. ആ മുന്നിൽ നിന്ന് മുന്നോട്ട് വെക്കുന്ന ആശയത്തെ എല്ലാ ഉദ്യോഗസ്ഥരും, രാജ്യം ഭരിക്കുന്ന അതേപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളും ഈ രാജ്യത്തെ സർവ്വജനങ്ങളും മനസ്സുകൊണ്ട് സ്നേഹത്തോടെ അത് ഏറ്റെടുത്ത് കേവലം നിയമത്തിന്റെ പഴുതുകളോട് വഴി സ്വീകരിച്ച് ഈ മാഫിയകൾ രക്ഷപ്പെടുമ്പോൾ അതിന് അവസരം കൊടുക്കാതെ ആ നിയമത്തിൽ ഭേദഗതി ആവശ്യമുണ്ടെങ്കിൽ ആ ഭേദഗതി വരുത്തിയിട്ട് അതോടൊപ്പം തന്നെ കൃത്യമായും ഓരോ കലാലയങ്ങളെയും ഈ ഒരു മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനയും അതിനുവേണ്ടിയുള്ള പ്രത്യേകമായ സംവിധാനങ്ങളും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്ന ഒരാശയം കൂടെ മുന്നോട്ട് വെച്ച് ഇവിടെ നിങ്ങൾ ആലോചിക്കണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മുടെ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷൻ പിടിച്ചെടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഇലക്ഷൻ കമ്മീഷൻ പിടിച്ചെടുത്ത ആ ഒരു വസ്തുക്കളുടെ പിടിച്ചെടുത്ത കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ മദ്യമായിരുന്നു, മയക്കുമരുന്നായിരുന്നു എന്നുകൂടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ അർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ പോലും അവർക്ക് കൂടെ ആളുകളെ നിർത്താൻ വേണ്ടിയിട്ട് ഇത്തരം വസ്തുക്കൾ വിതരണം ചെയ്യുന്ന ഒരു ഗതികേടിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് പറഞ്ഞാൽ 8889 കോടിയുടെ കള്ളപ്പണവും മയക്കുമരുന്നും മദ്യവും മറ്റു കാര്യങ്ങളും പിടിച്ചെടുത്തപ്പോ നിങ്ങൾ ആലോചിക്കേണ്ടത് മാർച്ച് 1 മുതൽ മെയ് 18 വരെയുള്ള കണക്കുകളാണ് ഈ ഒരു കണക്കായി സൂചിപ്പിക്കുന്നത്. ഇവയിൽ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഇലക്ഷന്റെ ഒരു സമയത്ത് ഈ വസ്തുക്കൾ വിതരണം ചെയ്യപ്പെട്ടപ്പോ അതിൽ 45% ലഹരികളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 814 കോടി രൂപയുടെ മദ്യങ്ങൾ പിടികൂടിയപ്പോൾ ഏകദേശം 5.39 കോടി ലിറ്റർ മദ്യമാണ് ആ ഒരു കാലയളവിൽ മാത്രം ഒഴുകിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന് മാത്രമല്ല, ഗുജറാത്തിൽ മാത്രം 1187.8 കോടി രൂപയുടെ ലഹരിയാണ് യഥാർത്ഥത്തിൽ വിതരണം ചെയ്യപ്പെട്ടതും പിടിക്കപ്പെട്ടതും എന്ന് മനസ്സിലാക്കപ്പെടുമ്പോ ഈ അർത്ഥത്തിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പോലും ഇലക്ഷന്റെ സമയത്ത് പോലും ആളുകളെ സംതൃപ്തിപ്പെടുത്താൻ മയക്കുമരുന്നും അതേപോലെ തന്നെ മദ്യവുമൊക്കെ ഒടുക്കിക്കൊണ്ട് രാജ്യത്തെ അധികാരം കൈയാളാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പോലും ഒഴുക്കിനനുസരിച്ച് സഞ്ചരിച്ച് ആരോ തരുന്ന ചില ലൈഫ് സ്റ്റൈലിനെയും ചില രീതികളെയും ഏറ്റുപിടിച്ച് ജനങ്ങൾ എന്തായാലും കുഴപ്പമില്ല, ഞങ്ങൾ അധികാര കസേല സുസ്ഥിരമായിരിക്കണം, മനുഷ്യന്മാരുടെ ആരോഗ്യം തകർന്നാലും കുഴപ്പമില്ല, സമ്പത്ത് ചൂഷണം ചെയ്യപ്പെട്ടാലും കുഴപ്പമില്ല, അവർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് സ്വസ്ഥമായി മുന്നോട്ട് പോകണം എന്ന മനോവികാരത്തിൽ നിന്ന് അവരുടെ സ്വസ്ഥതയെയും അതേപോലെ തന്നെ സമാധാനപൂർണമായ ജീവിതത്തെ കുറിച്ചും ആലോചിക്കുന്നതിന് പകരം സ്വാർത്ഥപരമായ താല്പര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം അപജയത്തിന്റെ രാഷ്ട്രീയ കളികൾ കൂടെ നമ്മുടെ രാജ്യത്ത് കാണേണ്ടി വരുന്നു എന്നുള്ളത് ഗൗരവതലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത്തരം ചെയ്തികളിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം അടക്കം മറ്റു സംവിധാനങ്ങളടക്കം മാറിയിട്ട് നമ്മുടെ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ള വിശാലമായ മനസ്സോടെയുള്ള ആലോചനയിലേക്ക് അവരുടെ സ്വസ്ഥമായ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാനുള്ള മനോവികാരത്തിലേക്ക് നമ്മൾ വരണം. ബ്രഹത്തിനോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ജോലി എന്താണ്? അയാൾ മറുപടി പറഞ്ഞിട്ടുണ്ട്, എന്റെ ജോലി മനുഷ്യരുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കലാണെന്ന്. മനുഷ്യരുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുക എന്നത് ജോലിയായി എടുത്ത ഉന്നതന്മാരായ ആളുകൾ അതേപോലെ തന്നെ അവരുടെ ആശ്വാസത്തെക്കുറിച്ചും അവന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനെ കുറിച്ചും ചിന്തിച്ചുകൊണ്ട് ഇടപെടുന്ന ഉന്നതമായ ഒരു വികാരത്തിലേക്കും വിചാരത്തിലേക്കും നമ്മുടെ നാട്ടിലുള്ള നേതാക്കൾ വരേണ്ടതുണ്ട്, രാഷ്ട്രീയ നേതാക്കൾ വരേണ്ടതുണ്ട്, രാജ്യത്തെ ഭരിക്കുന്ന ആളുകൾ വരേണ്ടതുണ്ട്, ഉദ്യോഗസ്ഥന്മാർ വരേണ്ടതുണ്ട്. എല്ലാവരും ആ അർത്ഥത്തിലേക്ക് കടന്നു വന്നിട്ട് ധാർമ്മികതയും മൂല്യവത്തായ ആശയങ്ങളെയും പിടിച്ചു നിർത്തുന്ന കുടുംബ സംവിധാനങ്ങളെ തകർക്കുക എന്ന ഒരു ആശയം മുന്നോട്ട് വെക്കുന്നതിന് പകരം മതത്തിന്റെ നല്ല ആശയങ്ങളെ തൂത്തെറിയുക എന്ന ഒരു ആശയത്തിലേക്ക് വരുന്നതിന് പകരം മനുഷ്യ ജീവിതത്തെ സ്വസ്ഥമാക്കുന്ന ഏതാശയങ്ങളാണെങ്കിലും അതിനിവിടെ പിടിച്ചു നിർത്താനും അതിനെ വളർത്തിക്കൊണ്ടുവരാനുമുള്ള ജാഗ്രതമായ ശ്രമവും ആലോചനയും അതിനുള്ള വഴികളും അതിന് അനുകൂലമായ സാഹചര്യങ്ങളും ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്
എല്ലാ ജനങ്ങളും ശ്രമിക്കേണ്ടത് എന്നുകൂടെ വിനയത്തോടെ ഈ സന്ദർഭത്തിൽ മഹത്തായ SSF എന്ന സംഘടന സർവ്വ ആളുകളോട് ഓർമ്മപ്പെടുത്തി ഈ സംഘടന ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ എല്ലാവരും ഏറ്റുപിടിച്ച് നമ്മൾ ആവശ്യപ്പെടുന്ന ആവശ്യങ്ങള് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പോലും അത് മനസ്സുകൊണ്ട് സന്തോഷപൂർവ്വം സ്വീകരിച്ച് പരിഹാരത്തിന്റെ വഴിയിലേക്ക് പോകണം എന്ന വിനയപൂർവ്വം